അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഫാത്തിഹ സൂറത്തിൻ്റെ അവസാന ഭാഗമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സിറാത്ത് നമ്മൾ പറഞ്ഞു, സിറാത്ത് അല്ലദീന അൻഅംത അലൈഹിം. സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി. നേരത്തെ പറഞ്ഞ അസ്സിറാത്തുൽ മുസ്തഖീം അത് ഏതാണ് എന്ന് അള്ളാഹു നമുക്ക് വിശദീകരിച്ചാണ്. അല്ലദീന അൻഅംത അലൈഹിം. അൻഅമ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു എന്നാണ് അർത്ഥം, അനുഗ്രഹം നൽകി. അൻഅംത എന്ന് പറയുമ്പോൾ നീ അനുഗ്രഹിച്ചു, നീ അനുഗ്രഹം നൽകി. അപ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ ആരുടെ മേലാണോ അനുഗ്രഹം നൽകിയിട്ടുള്ളത് അവരുടെ മാർഗം. അപ്പോൾ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ ആ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. മറ്റേ ആയത്തിനോട് യോജിപ്പിച്ചുകൊണ്ട് ആ സിറാത്ത് ഏതാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തരണം. അപ്പോൾ സത്യം അന്വേഷിച്ചറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് അനുഗ്രഹീതരുടെ മാർഗം. സത്യം ഏതാണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരിക, അതാണ് അനുഗ്രഹീതരുടെ മാർഗം. അംത അലൈഹിം ബിത്വാഅതിക വഇബാദതിക, നിന്നെ അനുസരിച്ചുകൊണ്ട് നിനക്ക് ആരാധനാകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നീ ആരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടോ അവരുടെ മാർഗം. അവരെന്ന് പറഞ്ഞാൽ മിൻ മലായികതിക, നിൻ്റെ മലക്കുകൾ, അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരെപ്പോലെയുള്ളവരുടെ ആ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണേ. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിക്കുന്നുവെങ്കിൽ ഫഉലൈക, അത്തരം ആളുകൾ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് ഉണ്ടാവുക. അതാരൊക്കെയാണ്? മിനൻ നബിയീൻ, പ്രവാചകന്മാർ, വസിദ്ദീഖീൻ, സിദ്ദീഖുകൾ, വശുഹദാ, രക്തസാക്ഷികൾ, വസ്വാലിഹീൻ, സൽക്കർമ്മകാരികൾ, അങ്ങനെയുള്ളവർ. ഫഹസുന ഉലൈക റഫീഖ, അത്തരം ആളുകൾ എത്ര നല്ല കൂട്ടുകാരാണ് എന്നുള്ളവരാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഏറ്റവും അള്ളാഹു അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിദായത്ത് കിട്ടിയിട്ടുള്ള ആളുകൾ അതാരാണ്? ഒന്നാമത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരെക്കുറിച്ച് നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ദൗത്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഹിദായത്ത് നൽകിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. മറ്റൊന്ന് പറഞ്ഞത് വസിദ്ദീഖീൻ, സത്യത്തെ സത്യമായി കൃത്യമായി അംഗീകരിക്കുന്നവർ, യഥാർത്ഥ വിശ്വാസമായി ഉൾക്കൊള്ളുകയും അത് സത്യമായി അംഗീകരിക്കുകയും ചെയ്യുന്ന വിഭാഗം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് ഇങ്ങനെ സിദ്ദീഖ് എന്ന നാമം അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി സത്യമായി അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നപ്പോൾ ശത്രുക്കൾക്കത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല, അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും എന്നവർ വിശ്വസിക്കുകയും ആ സ്ഥലത്തുണ്ടാവാതിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു വരാൻ അവർ കാത്തിരിക്കുകയും ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തായാലും ഇത് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോൾ നേരെ ഇവർ ഓടിച്ചെന്നിട്ട്, നിൻ്റെ സുഹൃത്ത് ഇതാ ഇന്നതൊക്കെ പറയുന്നുണ്ട്, ഒരു ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും പോയി തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞോ? അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവോ? അതേ പറഞ്ഞു, എങ്കിൽ അത് സത്യമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെ സത്യത്തെ അംഗീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ. അതുപോലെ വശുഹദാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത്
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾ, അതുപോലെ തന്നെ വസ്വാലിഹീൻ, മറ്റുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച സച്ചരിതരായ ആളുകൾ, ഇവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണമേ എന്ന പ്രാർത്ഥനയാണ്. ഇവരാണ് അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് വൈരിൽ മഗ്ലൂബി അലൈഹിം, വൈർ എന്ന് പറഞ്ഞാൽ ഒഴികെ, അല്ലാത്ത എന്നൊക്കെ അർത്ഥം. മഗ്ലൂബ് ഗളബ് എന്ന് പറഞ്ഞാൽ ദേഷ്യം, കോപം എന്നാണ്. ഗളിബ യഗ്ലബു എന്ന് പറഞ്ഞാൽ കോപിച്ചു. മഗ്ലൂബ് എന്ന് പറഞ്ഞാൽ കോപിക്കപ്പെട്ടവൻ. അപ്പോൾ വൈരിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹു കോപിച്ചവരുടെ മാർഗത്തിലല്ല, അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായവരുടെ മാർഗത്തിലല്ല എന്ന് പറയുമ്പോൾ വൈരിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹു കോപിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആനൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒന്ന് പറഞ്ഞു വൈരിൽ മഗ്ലൂബി അലൈഹിം എന്ന് പറയുമ്പോൾ അല്ലദീന അറഫുൽ ഹഖ്ഖ ഫതറകൂഹു, സത്യം അതെന്താണ് എന്ന് മനസ്സിലാക്കി, അതവരറിഞ്ഞു അള്ളാഹിൻ്റെ റസൂലിൽ നിന്ന്, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രബോധകരിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെ ഏതാണ് യഥാർത്ഥ മാർഗം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ വതറകൂഹു, അതവർ ഒഴിവാക്കുകയാണ് ചെയ്തത്, ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കൽ യഹൂദി വനഹവി, ജൂതന്മാരെപ്പോലെ അതുപോലെ തന്നെ ഉള്ള ആളുകളെപ്പോലെ അത് അവർ വെടിയുകയാണ് ചെയ്തത്, അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ആ മാർഗത്തിലല്ല പടച്ചവനെ നീ ഞങ്ങളെ വഴി നടത്തേണ്ടത്. മറ്റൊന്ന് പറഞ്ഞു വലല്ലാലീൻ, വഴി പിഴച്ചവരുടെ മാർഗത്തിലുമല്ല, വഴി തെറ്റിപ്പോയ ആളുകൾ. അല്ലദീന തറക്കുൽ ഹഖ്ഖ, സത്യം അത് ഉപേക്ഷിക്കുന്നവർ. എങ്ങനെ അലാ ജഹ്ലിൻ വലലാൽ, അജ്ഞത മൂലം, അതുപോലെ വഴികേടിലായത് മൂലം. അതിന് ഉദാഹരണം പറഞ്ഞ നസാറാക്കളെപ്പോലെ, അതുപോലെയുള്ള ആളുകളെപ്പോലെ. ഇങ്ങനെ കോപവിധേയരുടെയും പിഴച്ചവരുടെയും അല്ലാത്തവരുടെ മാർഗത്തിലാണ് അള്ളാഹുവേ നീ ഞങ്ങളെ വഴി നടത്തേണ്ടത്. അങ്ങനെയുള്ള നേരായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബിമാരോടൊപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു നേർരേഖ വരച്ചു. അതിനുശേഷം കുറേ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചു, ഇടത്തോട്ടും വലത്തോട്ടും കുറേ രേഖകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വഴികൾ, അതിൽ ഒരു വഴി ഒഴിച്ച് ബാക്കി എല്ലാ വഴിയിലും പിശാച് കാത്തിരുന്ന് നിൽക്കും, അവനിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. എന്നിട്ട് പറഞ്ഞു, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ യഥാർത്ഥ വഴി, ഫത്തബിഉഹു, ആ മാർഗത്തെ നിങ്ങൾ പിന്തുടരുക. വലാ തത്തബിഉ സുബുൽ, മറ്റ് വഴികൾ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അവൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അത് നിങ്ങളെ ഭിന്നിപ്പിച്ച് കളയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്തും കൂടിയത്. അപ്പോൾ യഥാർത്ഥ വഴി അത് അള്ളാഹ് പഠിപ്പിച്ചു തന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്ന ആ വഴിയാണ്. ആ വഴിയിലൂടെ നാം ചരിക്കേണ്ടത്. ആ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനാണ് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണെന്ത്, ഖുസിമത്തി സ്വലാത്തു ബൈനി വ ബൈന അബ്ദി. അസ്വലാ എന്നിവിടെ ഉദ്ദേശിച്ചത് സൂറത്തുൽ ഫാത്തിഹയാണ്, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ നമസ്കാരത്തിൻ്റെ സൂറത്ത് എന്ന അർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ അത് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ എന്താക്കിയിട്ടുണ്ട്, ഭാഗിക്കപ്പെട്ടിട്ടുണ്ട്. നിസ്ഫൈനി, 2 പകുതികളായി ഭാഗിക്കപ്പെട്ടിട്ടുണ്ട്. നിസ്ഫുഹ ലി, അതിൻ്റെ ഒരു പകുതി, ആദ്യത്തെ പകുതി എനിക്കുള്ളതാണ്. വനിസ്ഫുഹ ലി അബ്ദി, രണ്ടാമത്തെ പകുതി അതെൻ്റെ ദാസനും എൻ്റെ അടിമക്കുള്ളതാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്ത് ചോദിക്കുന്നുവോ അത് നാം അവർക്ക് നൽകും. എന്നിട്ട് പറഞ്ഞു, വൈദാ ഖാലൽ അബ്ദു, ഒരടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, ഖാലല്ലാ, അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയും. അർറഹ്മാനിർ റഹീം എന്ന് പറയും, അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറയും. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, മജ്ജദനി
അബ്ദി എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. വക്കാലമറ വേറൊരിക്ക റസൂൽ പറഞ്ഞത് ഫവ്വല അലയ്യ അബ്ദി എൻ്റെ അടിമ എന്നിലേക്ക് ഒഴുകി വന്നിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ഇയ്യാക്കന അബുദു ഇയ്യാക്കന നസ്തഈൻ മുതൽ വലല്ലാലീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹാദാലി അബ്ദി, ഇതെൻ്റെ അടിമക്കുള്ളതാണ്. വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്ത് ചോദിക്കുന്നുവോ അത് ഞാൻ അവന് നൽകും എന്നല്ലാഹു പറയുന്നു. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ ഭാഗം അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും അള്ളാഹുവിനെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം അള്ളാഹുവിനോടുള്ള പ്രതിജ്ഞയും ബാക്കിയുള്ളത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുമാണ്, നേർവഴിയിൽ നടത്താനുള്ള പ്രാർത്ഥന. ഈ സൂറത്തുൽ ഫാത്തിഹയിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്? ഒന്ന് അൻവാഉ തൗഹീദി സലാസ, തൗഹീദിൻ്റെ 3 ഭാഗങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന് തൗഹീദുൽ ഉലൂഹിയ, അതായത് ഇലാഹ് അള്ളാഹുവാണ്, ആരാധ്യൻ അള്ളാഹുവാണ്, അള്ളാഹു മാത്രമേയുള്ളൂ എന്ന ഭാഗം. വഹുവ ഇഫ്രാദുല്ലാഹി ബിൽ ഇബാദ, ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന് പറയാം. യുഖദു മിൻ ലഫ്ലി അല്ലാ എന്ന് പറയുന്നതിൽ നിന്ന്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ ഉണ്ട്, ലില്ലാഹി എന്ന് പറഞ്ഞിടത്തുണ്ട്. ആ അല്ലാ എന്ന പദം അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്, അത് ഉലൂഹിയത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നുള്ള ഭാഗം, അതും ഉലൂഹിയത്തിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് തൗഹീദുർ റുബൂബിയ, റബ്ബ്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്, അവക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അത് അള്ളാഹുവാണ് എന്ന ഭാഗം റുബൂബിയത്ത്. അത് റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നിടത്താണ് ആ ഭാഗം ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുപോലെ അൽ അസ്മാഉ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അത് തൗഹീദിൻ്റെ 3ാമത്തെ ഭാഗമാണ്. അതും ഇതിൽ ഉൾക്കൊണ്ട് വഹുവ ഇസ്ബാത്തു സിഫാത്തിൽ കമാലിലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ പൂർണ്ണമായ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വിശേഷണങ്ങൾ, അല്ലത്തി അസ്ബതഹ ലി നഫ്സിഹി, അള്ളാഹു സ്വയം സ്ഥിരപ്പെടുത്തി തന്നിട്ടുള്ള, വാസ്ബതഹ ലഹു റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂല് സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടുള്ള, മിൻ ഗൈരി തഅ്തീലിൻ വലാ തംസീൽ, അതിൽ യാതൊരു മറ്റൊരാൾക്ക് ഒഴിഞ്ഞു കൊടുക്കുന്ന ഇല്ലാത്ത അള്ളാഹുവിന് മാത്രമുള്ള, വലാ തസ്ബീഹ്, അതുപോലെ അതിൽ യാതൊരു സാദൃശ്യപ്പെടുത്തുക, അതുപോലെ അള്ളാഹുവിനെ പോലെ എന്ന് പറയാം, അള്ളാഹുവിൻ്റെ സിഫത്തുകളെപ്പോലെ എന്ന് പറയാവുന്ന യാതൊന്നുമില്ല, അത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ 3 ഭാഗവും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ബാത്തു നുബുവ, പ്രവാചകത്വം ഈ ഭാഗത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ. ഇപ്പോൾ യഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഈ നേരായ മാർഗത്തെ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പറയും. അന്നദാലിക മുംതനിഉൻ ബിദൂനി റിസാലത്ത്, റസൂല് നൽകുന്ന സന്ദേശം, അള്ളാഹിൻ്റെ സന്ദേശം അത് പ്രവാചകന്മാർ മുഖേന നൽകുന്നുണ്ടല്ലോ, അതിൽ നിന്നല്ലാതെ അത് ലഭിക്കുകയില്ല. മറ്റൊന്ന് ഇസ്ബാത്തുൽ ജസാഇ അലൽ അഅ്മാൽ, പ്രവർത്തനം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഭാഗം. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നതാണ്. വ അന്നൽ ജസാ യകൂനു ബിൽ അദ്ൽ ലിഅന്ന ദീന മഅനാഹു അൽ ജുസു ബിൽ അദ്ൽ. വ അന്നൽ ജസാ, പ്രതിഫലം എന്ന് പറഞ്ഞ് യകൂനു ബിൽ അദ്ൽ, അത് നീതിപൂർവകമായി അള്ളാഹു നൽകും. ലിഅന്ന ദീന മഅനാഹു അൽ ജസാഉ ബിൽ അദ്ൽ, നീതിപൂർവകം പ്രതിഫലം നൽകുക എന്നതാണല്ലോ ദീൻ എന്ന് പറയുന്നത്. പ്രതിഫല നാൾ ദീൻ എന്ന് പറയുന്നത്, യൗമുദ്ദീൻ എന്ന് പറയുന്നത് അതാണ്. ബൽ തളമ്മനത്ത് ഇസ്ബാത്തുൽ ഖദർ, അള്ളാഹുവിലുള്ള വിധിയിലുള്ള വിശ്വാസം, അത് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വഅന്നൽ അബ്ദ ഫായിലുൻ ഹഖീഖത്തുൽ ഖിലാഫത്തിൽ ഖദരിയ വൽ ജബരിയ, ഈ ഖദരിയാക്കൾ ജബരിയാക്കൾ, ഈ ഖലാ ഖദറിനെ നിഷേധിക്കുന്ന വിഭാഗമുണ്ട്. അത് ഉൾക്കൊള്ളാത്ത, അതനുസരിച്ച് അത് വിശ്വസിക്കാത്ത ആളുകളാണ് യഥാർത്ഥ അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബിദ്അത്തുകളും ലലാലത്തുകളും
അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉൾക്കൊള്ളുന്ന ഭാഗം. അതാണ് യഥാർത്ഥ മാർഗം എന്ന് പറഞ്ഞ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ. അതുപോലെ ദീന് അത് നിഷ്കളങ്കമായി അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് ഉൾക്കൊള്ളുന്ന ഭാഗമുണ്ട്. ഇബാദത്തും ഇസ്തിആനത്തൊക്കെ അള്ളാഹ്ക്ക് മാത്രം. അപ്പോൾ ഫീ ഖൗലിഹി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയത് സൂറത്തുൽ ഫാത്തിഹയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിദായത്ത് അത് ലഭിക്കാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും ഫാത്തിഹ ഓതണമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന അത് എല്ലാ നമസ്കാരത്തിലും നിർവഹിക്കുന്നതും ഫാത്തിഹ ഓതുമ്പോഴൊക്കെ നിർവഹിക്കുന്നതും. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗം അത് നമുക്ക് പഠിക്കാൻ കഴിയണം, മനസ്സിലാക്കാൻ കഴിയണം, അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയണം, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അതോടൊപ്പം തന്നെ സ്ഥിരമായി അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാം ചെല്ലുകയും അള്ളാഹുവിൻ്റെ പ്രതിഫലം സ്വർഗം നേടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.